ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സന്ധ്യയിൽ കൂടി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് അവസരം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കാം. അവിടുത്തെ തിരുവചനം നമുക്ക് ഓരോരുത്തർക്കും ഗ്രഹിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനും നമ്മെ അവിടുത്തെ രാജ്യത്തിന് അവകാശികളായി രൂപാന്തരപ്പെടുത്തുവാനും ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ മതങ്ങളിലേക്കും നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്: മരണത്തിനപ്പുറം മനുഷ്യന് പിന്നെയും ജീവിതമുണ്ട് എന്ന്. എന്നാൽ എല്ലാ മതങ്ങളുടെയും വിശ്വാസം ഒന്നുപോലെയല്ല. ചില മതങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നിത്യമായ സ്വർഗ സന്തോഷത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്ന സ്വന്തം രാജ്യത്തിൽ വസിക്കുന്നു എന്ന്. എന്നാൽ മറ്റു ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ഈ മരണത്തിനപ്പുറം അവൻ മറ്റേതെങ്കിലും ഒരു രൂപം പ്രാപിച്ച് മറ്റേതെങ്കിലും ഒരു ജന്മമായി ജനിച്ച് പിന്നെയും ജീവിക്കുന്നു എന്ന്. എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ്: എവിടെയോ മനുഷ്യന് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്, ഇതോടെ എല്ലാം തീരുകയല്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു വളരെ വ്യക്തമായി മരണത്തിനപ്പുറമുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മരണത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യനെ അറിയുവാൻ പലപ്പോഴും താല്പര്യമുണ്ട്. എന്നാൽ ഇത്രയും വിശദമായി ഇത്രയും കൃത്യമായി മറ്റൊരു വേദഭാഗത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ കർത്താവ് 2 മനുഷ്യനെ ഉദാഹരിച്ചുകൊണ്ട് 2 മനുഷ്യരുടെ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായതും നാം വളരെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ തിരുവചനമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ധനവാനായ ഒരു മനുഷ്യനും ദരിദ്രനായ ഒരു മനുഷ്യനും. ദൈവത്തിൻ്റെ സ്തോത്രം. ധനവാന്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ ദരിദ്രനായ മനുഷ്യൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പേര് ലാസർ എന്നാണ്. നാം വായിക്കുന്നുണ്ട് അവർ 2 പേരും ഈ ഭൂമിയിൽ ജീവിച്ചു. ഏതാണ്ട് ഒരേ കാലയളവിൽ ജീവിച്ചവരായിരുന്നിരിക്കണം. അവരൊരു ഭവനത്തോട് ചേർന്ന് ഒരു ദേശത്ത് ജീവിച്ചവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണം അവരെ 2 പേരെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയെന്നാണ് അവിടെ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതനാ സ്ഥലത്ത് എത്തിയെന്നും. ലാസർ മരിച്ചു, അവൻ്റെ ആത്മാവിനെ ദൈവദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന്. ഈ 2 പേരുടെ കാര്യമാണ് കർത്താവോടെ ഓർപ്പിക്കുന്നത്. ഒരാൾ ധനവാൻ പാതാളത്തിലേക്ക് പോയി, ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പരദീസയിലേക്ക് മാറ്റപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത്. മരണത്തിനപ്പുറം 2 അവസ്ഥയുണ്ട് എന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഒന്ന് പാതാളത്തിലേക്ക് പോയി, മറ്റൊന്ന് പരദീസായിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയി എന്ന്. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ധനവാനായ മനുഷ്യൻ ധനവാനായതുകൊണ്ടാണ് പാതാളത്തിലേക്ക് പോയതെന്നും ലാസർ ഒരു പരമദരിദ്രനും ആരും ആശ്രയമില്ലാത്തവനുമായി ജീവിച്ചതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയതെന്നുമാണ് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതുകൊണ്ടല്ല ഇവർ 2 സ്ഥലത്തേക്കായിട്ട് കടന്നുപോയത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ധനവാനായ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ വലിയ എണ്ണപ്പെട്ട പാപങ്ങളൊന്നും ചെയ്തുവെന്നും അവിടെ നാം വായിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ആഡംബരത്തോടെ സുഖമായി ജീവിച്ചു എന്നാണ് അവനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ പാതാളത്തിൽ ചെന്നപ്പോൾ മുകളിലേക്ക് നോക്കി അബ്രഹാം പിതാവിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച കണ്ടപ്പോൾ ആ ധനവാനായ മനുഷ്യൻ 1ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. 1ാമത്തെ പ്രാർത്ഥനയാണ്: അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ.
ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ യാതനാ സ്ഥലത്തുള്ള യാതന കൊണ്ട് അവൻ അതിയായ ദാഹമുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ എൻ്റെ അടുക്കലേക്ക് അയക്കണമേ. ദൈവമക്കളെ, ഒരു കാലത്ത് അവൻ്റെ പടിപ്പുരയ്ക്കൽ വ്രണം നിറഞ്ഞ് കിടന്നവനായ ലാസർ, അന്ന് എത്തി നോക്കാൻ മടിച്ചിരുന്ന ലാസർ, എന്നാൽ ഇന്ന് അവൻ അബ്രാഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ആ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ എൻ്റെ അടുക്കലേക്ക് അവനെ ഒന്ന് അയക്കണമേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രാർത്ഥനയാണ് ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്ന് പ്രാർത്ഥിച്ചത്. അബ്രാഹാം പിതാവ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. വായിക്കാം. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം പിതാവ് പറയുകയാണ്, മകനെ, നീ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സന്തോഷമായി, സ്വസ്ഥതയായി, സുഖമായി ജീവിച്ചു. എന്നാൽ ഇന്ന് നീ ആ യാതനാ സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഒരിക്കലും നടക്കുന്നതല്ല. കാരണം അബ്രാഹാം പിതാവ് പറഞ്ഞു, ഇവിടെ നിന്ന് ആർക്കും താഴോട്ടോ താഴെ പാതാളത്തിൽ നിന്ന് ആർക്കും പരദീസയിലേക്ക് വരാൻ കഴിയുകയില്ല. വലിയൊരു പിളർപ്പുണ്ട്, വലിയൊരു അന്തരമുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ധനവാന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേക വിശ്വാസികളെന്ന് പറയുന്നവർക്കും സഭാമക്കളെന്ന് പറയുന്നവർക്കും പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് പോലും ആരോടാണ് യഥാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവനാകെ പരിചയമുണ്ടായിരുന്ന അവിടെ അബ്രാഹാം പിതാവിനെയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം പിതാവിനോട് പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ പ്രാർത്ഥന നിരസിച്ചു കളഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന വായിക്കാം നമുക്ക്. 27-ാമത്തെ വാക്യം. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രാർത്ഥന നിരസിച്ചു. രണ്ടാമത് അവൻ പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ അബ്രാഹാം പിതാവേ, ആ ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം എന്താണ് അവൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. അവൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ ഈ ലാസർ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി ഒരു സാക്ഷ്യം പറയണമെന്ന്. എത്ര നല്ല ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മറുപടി അവിടെ പരിശുദ്ധാത്മാവ് കർത്താവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത്? അതും സാധ്യമായ കാര്യമല്ല എന്ന്. കാരണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മോശയും പ്രവാചകന്മാരുമുണ്ട്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ചിന്തിച്ചാൽ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ വചനം തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ ഈ ഭൂമിയിൽ പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അബ്രാഹാം പിതാവ് പറഞ്ഞു, മകനെ, ഭൂമിയിൽ മോശയും പ്രവാചകന്മാരുമുണ്ട്. അവരുടെ വാക്ക് നിന്റെ സഹോദരന്മാർ കേട്ടില്ല എങ്കിൽ ഈ ലാസറിന് ചെന്ന് പറഞ്ഞാലും അവരനുസരിക്കുകയില്ല, അവർ കേൾക്കുകയില്ല, അവർക്കിനി മാനസാന്തരം കിട്ടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ധനവാനായതുകൊണ്ടല്ല യാതനാ സ്ഥലത്ത് പോയത്. ആ ധനവാൻ തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ വാക്യം. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകരും കോട്ടിമാട്ടി കളയുന്ന ഒരു വേദഭാഗമാണിത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ആ ലാസറിനെ വേണ്ടതുപോലെ പരിചരിച്ചില്ല, അല്ലെങ്കിൽ ആ ലാസറിന് ഒരു ഭവനം കൊടുത്തില്ല, ലാസറിനെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചില്ല, അതാണ് ധനവാന്റെ കുറവെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് ചെയ്തതുകൊണ്ടും ഈ ധനവാന്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തുകയില്ല. കാരണം അവൻ്റെ കുറവ് എന്താണെന്ന്, അവൻ്റെ പോരായ്ക എന്താണെന്ന് അവന് മനസ്സിലാകാൻ വൈകിപ്പോയി. പ്രിയപ്പെട്ടവരെ, യാതനാ സ്ഥലത്ത് ചെന്നപ്പോൾ ആ ധനവാൻ മനസ്സിലാക്കി, എനിക്കൊരു മാനസാന്തരമില്ലായിരുന്നു, ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നു, എൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചതല്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ പ്രാർത്ഥനയ്ക്കും മറുപടി നിരാശയായിരുന്നു. ദൈവത്തിൻ്റെ ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, എന്ത്? മരണത്തിനപ്പുറം
അർത്ഥമുള്ള പ്രാർത്ഥനകളൊന്നും നമുക്ക് പ്രയോജനപ്പെടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അഭയാചനകൾ ഇറക്കി വെച്ചതുകൊണ്ടും ആയില്ല. പ്രാർത്ഥന കേൾക്കുന്നവനായ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനായ, നമ്മെ സ്നേഹിക്കുന്നവനായ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനായ, ഇന്നും പിതാവിൻ്റെ അരികിൽ നമ്മൾക്ക് വേണ്ടി തിരുരക്തത്തിന്റെ മധ്യസ്ഥനായി നിൽക്കുന്ന ആ ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലാണ് നമ്മുടെ ഹൃദയം പകരേണ്ടത്. അവനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവനാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ. അവനാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നവൻ. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലെ അല്പകാല ജീവിതം കഴിഞ്ഞ് നിത്യതയിൽ ചെല്ലുമ്പോൾ നിരാശയുടെ ലോകത്ത് ആയി പോകാൻ ഇടവരരുത്. അന്ന് നാം പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ധനവാൻ അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിച്ചു, അവന് പ്രയോജനമുണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് 2 പേര് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു ചെന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. 2 പേര് ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു ചെന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരാളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവനൊരു പരീശനായിരുന്നു എന്ന്. കൂടെ പോയ വ്യക്തി ഒരു ചുങ്കക്കാരനായിരുന്നു എന്ന്. സമൂഹത്തില് അവർക്ക് 2 പേർക്കും 2 നിലയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, പരീശൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകാരമുള്ളവനാണ്. അവൻ യഹൂദ മതാനുസാരിയാണ്. അവൻ ന്യായപ്രമാണം അച്ചിട്ടായി അനുസരിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ചെറുപ്പം മുതൽ പാപം പറ്റാതെ അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചവനാണ്. എന്നാൽ കൂടെ പോയവൻ ചുങ്കക്കാരനാണ്. അവൻ ആ സമൂഹത്തിൽ വിലയില്ല, അവൻ്റെ ദേശത്തിൽ വിലയില്ല. കാരണം അവൻ അർഹതപ്പെടാത്തത്, പ്രിയപ്പെട്ടവരെ, അവനെ ഏൽപ്പിക്കാത്തതിലധികം ചുങ്കം പിരിച്ച് അവനെ ആരും അംഗീകരിക്കാത്ത അവനൊരു കുറവുള്ളവനായിട്ടാണ് ചെന്നത്. ദൈവമക്കളെ, നാം വായിക്കുന്നുണ്ട്, 1-ാമത്തെ മനുഷ്യൻ ആ പരീശൻ നല്ല ധൈര്യത്തോടെ, നല്ല ഉന്മേഷത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു നിന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? വായിക്കാം. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവൻ ആരോടാ പ്രാർത്ഥിച്ചത്? ദൈവത്തോടല്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല എന്ന് അവന് തന്നെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു മതിപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ദൈവത്തിന് അവകാശപ്പെട്ടതൊക്കെയും ജീവിതത്തിൽ കൊടുക്കുന്നവനാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് അവൻ തന്നെ ദൈവത്തിന് പരിചയപ്പെടുത്തി. അവൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം കേട്ടോ കേട്ടില്ലയോ അതൊന്നും ഒരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവൻ കൂട്ടത്തിൽ ഒരു വാക്യം കൂടി പറഞ്ഞു, എനിക്ക് പാപമൊന്നുമില്ല, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ പിടിച്ചു പറിച്ചിട്ടില്ല. മാത്രമല്ല, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരന് ദൈവമേ നീ കാണുന്നുണ്ടോ? അവനെ പോലെ ഒന്നുമല്ല, ഞാൻ നല്ലൊരു ജീവിതം നയിക്കുന്നവനാണെന്ന്. ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം, പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ഹൃദയമാണോ? ഞാൻ തരക്കേടില്ല, എനിക്ക് വലിയ പാപമൊന്നുമില്ല, ഞാൻ ഒരുവിധം മാന്യമര്യാദയായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ സഭാപര വിശ്വാസിയാണ്, ഞാൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളവനാണ്, നേർച്ചകളും കാഴ്ചകളും ഉണ്ട്, തീർത്ഥാടനങ്ങളും പുണ്യപ്രവർത്തികളും ഉണ്ട്, ഒരുവിധം നന്നായി ജീവിക്കുന്നവനാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യത്തോടെയാണോ പ്രിയപ്പെട്ടവരെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നത്? മാത്രമല്ല, മറ്റുള്ളവരുടെ കുറവ് അവൻ ചൂണ്ടിക്കാണിക്കുകയാണ്, മറ്റുള്ളവരുടെ പോരായികൾ അവൻ ഉയർത്തി കാണിക്കുകയാണ്. ആ ചുങ്കക്കാരൻ എന്തോ കുറവുള്ളവനാണെന്ന് അവൻ എടുത്തു പറയുകയാണ്. ദൈവമക്കളെ, ഞാൻ എളിമയോടെ പറയട്ടെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കണം. നമ്മുടെ പുറകോട്ടുള്ള ജീവിതത്തിലേക്ക് കണ്ണോടിച്ച് നോക്കണം. നാം ഈ ഭൂമിയിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഏതെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തുവാനോ, അവരുടെ കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനോ, അവരെ ഇടിച്ചു താഴ്ത്തുവാനോ, അവരെ പോരായ്മയുള്ളവരാക്കുവാനോ, അവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുവാനോ നാം ഇടവരുത്തിയിട്ടുണ്ടോ? അതുപോലുള്ള ദുഷ്പ്രചരണങ്ങൾ പ്രിയപ്പെട്ടവരെ അല്ല, ചിലപ്പോൾ ഉള്ള ഭാവം തന്നെയായിരിക്കും നാം മറ്റുള്ളവരോട് പറഞ്ഞു പരത്തിയിട്ടുണ്ടോ? ദൈവമക്കളെ, നാം പുറകോട്ട് തിരിഞ്ഞു നോക്കണം. വലിയൊരു പാപമാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരുടെ ജീവിത രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നാം അത് മറ്റുള്ളവരോട് പറയുക, അവനെ ഇടിച്ചു താഴ്ത്തുക, അവൻ്റെ സൽപ്പേരിന്
മനുഷ്യന് കളങ്കം വരുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ പരീശനായ മനുഷ്യൻ അഹങ്കാരത്തോടെ തൻ്റെ ഇടത്തോടെ നിന്ന് ആ ചുങ്കക്കാരനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് മറുപടി കിട്ടിയത്? ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ആ ചുങ്കക്കാരൻ വാസ്തവമായും കുറവുള്ളവനാണെന്ന്, ഞാനൊരു പോരായികയുള്ളവനാണെന്ന്, എനിക്ക് തെറ്റുകളുണ്ട് എന്ന്, ഞാനൊരു പാപിയാണെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. മാത്രമല്ല, അവനൊരു ബോധ്യമുണ്ടായിരുന്നു, ഞാൻ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ ഹൃദയം അറിയുന്ന, എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന, എൻ്റെ പോരായികൾ അറിയുന്ന, എന്നെ ഉള്ളതുപോലെ അറിയുന്ന ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അവന് കൂടുതലൊന്നും പറയാനില്ല, നന്മയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിരത്താൻ അവന് അവകാശവാദങ്ങളൊന്നുമില്ല. അവൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഈ പാപിയായ, ഈ മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, എൻ്റെ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരേ ഒരു യോഗ്യത ഏതാണ് പ്രിയപ്പെട്ടവരെ? കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, ഞാനൊരു പാപിയാണെന്നുള്ള ഒരു എളിമ നമ്മുടെ ഉള്ളം കണ്ട്, കർത്താവേ, ഞാൻ ഒന്നും ആയില്ല എന്നും, എൻ്റെ ദൈവമേ, ഞാൻ ഈ തിരുവചനമെല്ലാം കേട്ടിട്ടും നിന്റെ വേലയോട് ചേർന്ന് നിന്നിട്ടും അനേക നാളുകളായി ആത്മീയനായെന്ന് പറഞ്ഞ് നടന്നിട്ടും എൻ്റെ ഹൃദയം നല്ലതല്ലോ കർത്താവേ, എൻ്റെ ആലോചനകൾ നല്ലതല്ലോ കർത്താവേ, എൻ്റെ നിരൂപണങ്ങൾ നല്ലതല്ലോ കർത്താവേ, എനിക്ക് പുതിയൊരു ഹൃദയം തരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, നിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു കുടിയിരിപ്പ് ഭവനമാക്കി എന്നെ ചമയ്ക്കണമേ എന്നുള്ള എളിമയോടും തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ ദൈവഭയത്തോടെയാണ് പ്രിയപ്പെട്ടവരെ അടുത്തിയെന്ന് പ്രാർത്ഥിക്കേണ്ടത്. താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നല്ല അവകാശവാദങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ പരീശന്റെ പ്രാർത്ഥന ഈ ഭൂമിയിൽ ഉയർന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നില്ല. അവൻ വന്നവനായി മടങ്ങിപ്പോയി. എന്നാൽ ആ ചുങ്കക്കാരൻ കുറവുള്ളവനാണെന്നും പാപിയാണെന്നും എന്നോട് കരുണയുണ്ടാകണമെന്നും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച അവന് നീതീകരണം ലഭിച്ചുവെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ പല പ്രാർത്ഥനകളും വൈകിപ്പോയി എന്ന്, അല്ലെങ്കിൽ അസ്ഥാനത്തായി പോയി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ അരുമ ശിഷ്യനായിരുന്ന യൂദായുടെ കാര്യമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്നുവെങ്കിലും യൂദയ്ക്ക് യേശു ആരാണെന്നോ കർത്താവ് വന്നത് എന്തിനാണെന്നോ അവന് മനസ്സിലായില്ല. ദൈവമക്കളെ, യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ കുറ്റബോധമുള്ളവനായി, അനുതാപമുള്ളവനായി, പശ്ചാത്താപമുള്ളവനായി ആ 30 വെള്ളിക്കാശുമായി പ്രിയപ്പെട്ടവരെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവനൊരു അനുതാപം ഉണ്ടായി. അവന് മനസ്സിലായി, എൻ്റെ യേശു കുറ്റമൊന്നും ചെയ്യാത്തവനാണ്, ഞാൻ 30 വെള്ളിക്കാശിന് വേണ്ടി അവനെ ഒറ്റിക്കൊടുത്തു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ രഹസ്യം ഇവിടെയുണ്ട്. ആ മഹാപുരോഹിതന്മാര്, ആ മൂപ്പന്മാര് പ്രിയപ്പെട്ടവരെ യൂദായെ നിരുത്സാഹപ്പെടുത്തി വിട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവന് കൊടുത്ത മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? അതിന് ഞങ്ങൾക്ക് എന്ത്? നീ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കൊള്ളണമെന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യമാണത്. എൻ്റെ പാപം മറ്റാർക്കും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം പാപം ഏറ്റുപറയുമ്പോൾ പാപം ക്ഷമിക്കാൻ കഴിവുള്ളവന്റെ അരികില്, പാപിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്റെ അരികില്, പാപിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലാണ് നമ്മുടെ കുറവുകൾ ഇറക്കി വെക്കേണ്ടത്. ദൈവമക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആ യൂദ ആ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ ഇടയിലേക്ക് ചെന്ന സമയം കൊണ്ട് എൻ്റെ യേശുവിൻ്റെ അരികിലേക്ക് ചെന്നിരുന്നെങ്കിൽ, ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഒരു വാക്കവൻ പറഞ്ഞെങ്കിൽ മതിയായിരുന്നു, എൻ്റെ യേശുവേ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ നിന്നേക്കാൾ അധികമായി ലോകത്തിൻ്റെ സുഖത്തെയും ദ്രവ്യത്തെയും സ്നേഹിച്ചു പോയി, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. ദൈവമക്കളെ, അവൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ യേശു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കേണ്ടവരോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. യൂദായുടെ പ്രാർത്ഥന അസ്ഥാനത്തായി പോയി. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ നിരാശയോടെ പോയി കെട്ടുഞാണ് ചത്തു കളഞ്ഞു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ നിരാശയോടെ കെട്ടിഞ്ഞാന്ന് കുടൽമാലയെല്ലാം പുറത്തു ചാടി ഈ ലോകത്തുനിന്ന് കടന്നുപോയി. ദൈവമക്കളെ, അവൻ അങ്ങനെ മരിക്കേണ്ടവനായിരുന്നില്ല. അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തുവെങ്കിലും അവന് പാപോദനം കിട്ടിയേനെ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഏത് കഠോരമായ പാപം ചെയ്തവനോ, ഏത് പാപത്തിൽ ജീവിച്ചവനോ, എത്ര കൊല്ലം പാപത്തിൽ ജീവിച്ചവനോ, പ്രിയപ്പെട്ടവരെ, ആരോടും പറയാൻ കഴിയാത്ത എത്ര പാപങ്ങളിൽ ജീവിച്ചു പോയെങ്കിലും ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ യേശു നിന്നെ സ്നേഹിക്കുകയാണ് സഹോദര. നീ ഒരു കൊടുംപാവിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ മകനെ, നിനക്കിപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് അടുത്തിയല്ല. ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി. യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്, എൻ്റെ മേലെ നിന്റെ ആണിപ്പാടുള്ള കരമൊന്ന് വെക്കണമേ എന്ന്, നിന്റെ തിരുരക്തം ഇപ്പോൾ എന്നെ ഒന്ന് കഴുകണമേ എന്ന്. ദൈവമക്കളെ, എൻ്റെ യേശു ക്ഷമിക്കാത്ത പാപമില്ല, എൻ്റെ യേശു സ്നേഹിക്കാത്ത മനുഷ്യനില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു എന്ന് ധൈര്യത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. തിരുവചനത്തിലൊരു വാക്യമുണ്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാണ്. ദൈവമക്കളെ, നമുക്ക് വിശ്വാസം വേണമെന്ന്, യേശു എൻ്റെ പാപം ക്ഷമിക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മറ്റൊരാളുടെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തക്ക സമയത്ത് തക്കതായ കാര്യം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ആ കള്ളന് തക്ക സമയത്ത് തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ, ഒരു സമയം വരെയും അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാണ്. രണ്ട് കള്ളന്മാർ ഒരുപോലെ ദുഷിച്ചതാണെന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവന് മാനസാന്തരം വന്നു. അവന് മനസ്സിലായി, എന്നോടുകൂടെ ഞങ്ങളോടുകൂടെ ഈ കുരിശിൽ കിടക്കുന്നവൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുവിൻ്റെ ആ കുരിശിലെ പ്രാർത്ഥന അനേകരെ സ്വാധീനിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. യോ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇല്ലെന്ന് അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ കള്ളൻ ആ പ്രാർത്ഥന കൊണ്ട് അവന് മാനസാന്തരം വന്നു. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വായിക്കാം. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തോളണമേ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ യേശുവിന് പ്രസാദമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. കള്ളനായിരുന്നെങ്കിലും, കൊള്ളരുതാത്തവനായിരുന്നെങ്കിലും, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായിരുന്നെങ്കിലും, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനായിരുന്നെങ്കിലും, ദൈവമക്കളെ, അവൻ തക്ക സമയത്ത് പ്രാർത്ഥിച്ചു. കാരണം അല്പസമയം കൂടെ കടന്നുപോയിരുന്നുവെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ യേശു മരിച്ച് കടന്നുപോയി. ദൈവമക്കളെ, എന്നാൽ തക്ക സമയത്ത് പ്രാർത്ഥിക്കേണ്ടവനോട് തന്നെ അവൻ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് പ്രാർത്ഥിച്ചത്. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. ദൈവമക്കളെ, ആ കള്ളന് മനസ്സിലായി, ഇവൻ മരിച്ചിവിടെ തീർന്നു പോകുന്നവനല്ല, ഇവൻ രാജത്വം പ്രാപിക്കാനുള്ളവനാണ്, ഇവൻ പർദീസായുടെ ഉടയവനാണെന്ന് ആ കള്ളൻ പ്രാർത്ഥിച്ചു. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന്. ദൈവമക്കളെ, കർത്താവ് അവനോട് വളരെ തിട്ടമായിട്ടും അവന് സമാധാനം ലഭിക്കുന്നതും, പ്രിയപ്പെട്ടവരെ, അവൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഒരിക്കലും കിട്ടാത്ത നിത്യമായ വാഗ്ദത്തമാണ് അവന് കിട്ടിയത്. വായിക്കാം. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ? ആ കുരിശിൽ ആ കള്ളനേക്കാൾ വലിയ ഭാഗ്യവാന്മാരുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് തിരുവായി ഒഴിഞ്ഞവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലിരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും ഒരു ദാഹം ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കർത്താവേ, നിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരാനുള്ള ഒരുക്കം എനിക്ക് എപ്പോഴും തരണമേ എന്ന്. ദൈവമക്കളെ, മരണം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് സാഹചര്യത്തിലാണെന്ന് അറിഞ്ഞുകൂടാ, എവിടെ വെച്ചാണെന്ന് അറിഞ്ഞുകൂടാ. നാം എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, എപ്പോഴേത് സാഹചര്യത്തിൽ എവിടെ വെച്ച് കടന്നു പോയാലും സ്വർഗത്തിലെ അപ്പ അവിടുത്തെ രാജ്യത്തിലേക്ക് കടന്നു വരാനുള്ള ഒരുക്കവും തിരുരക്തത്തിന്റെ മുദ്രയും തന്ന് എന്നെ എപ്പോഴും നടത്തണമേ. ദൈവമക്കളെ, ആ കള്ളൻ തക്ക സമയത്ത് പ്രാർത്ഥിക്കേണ്ടവനോട് തന്നെ പ്രിയപ്പെട്ടവരെ തക്കതായ കാര്യവും പ്രാർത്ഥിച്ചു. ഏറ്റവും വിലയുള്ള അവൻ്റെ ആത്മാവിൻ്റെ കാര്യവും പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ഒരു ന്യായാധിപനെ കുറിച്ചാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ശിംശോൻ. പ്രിയപ്പെട്ടവരെ, അവൻ ജന്മനാ തന്നെ നാസീർ വ്രതസ്ഥനായിട്ട് ജനിച്ചവനാണ്. അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഫെലിസ്ത്യർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേലിനെ ഫെലിസ്ത്യരിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവം ഉപയോഗിച്ചവരാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 ഫെലിസ്ത്യരെ അവൻ കൊന്നുകൂട്ടിയെന്ന്. പ്രിയപ്പെട്ടവരെ, 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് കൂടി കെട്ടി പന്തം കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഫെലിസ്ത്യർക്ക് അവനൊരു പേടി സ്വപ്നമായിരുന്നു എന്ന്. എന്നാൽ ദൈവമക്കളെ, നാസീർവ്രതക്കാരനായ ശിംശോൻ പാപത്തിലേക്ക് വീണുപോയി, അശുദ്ധിയിലേക്ക് വീണുപോയി. ദലീലായുടെ മടിയിൽ വെച്ച് അവൻ ദൈവത്തെ മറന്നുപോയി. ജഡം അവനെ കീഴടക്കി കളഞ്ഞു. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. ഫെലിസ്ത്യർ അവനെ ചെമ്പു ചകല കൊണ്ട് ബന്ധിച്ച് ദാഗോന്റെ ക്ഷേത്രത്തില് ഒരു മാവ് പൊടിക്കാരനാക്കി. ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്നവൻ ഇന്ന് ദാഗോന്റെ ക്ഷേത്രത്തില് ഒരു നിസാറിനെ പോലെ ബന്ധനത്തില് മാവ് പൊടിച്ച് ഫെലിസ്ത്യരുടെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ശക്തി ചോർന്നു പോകാൻ കേട്ടോ. ആത്മീയ ജീവിതത്തില് വീണു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എത്ര ഉന്നതനാണെന്ന് പറഞ്ഞാലോ തകർന്നു പോകാൻ ഇടയുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ശിംശോൻ തകർന്നു പോയി. ശിംശോന്റെ ശക്തി ചോർന്നു പോയി. ശിംശോൻ ശത്രുവിന്റെ കയ്യില് ഒരു പളിപ്പാട്ടമായി പോയി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആത്മാവിന്റെ ബലവും തീഷ്ണതയും ശക്തിയും എന്നുണ്ടോ? എന്റെ ദൈവത്തിന്റെ സ്തോത്രം. മകനെ, നീ ഒരു കാലത്ത് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടവനാണ്. നിന്നിൽ ഇറങ്ങിയുന്നുകൊണ്ട് സ്വർഗത്തിലെ തീ ഭൂമിയിൽ വാരി വിതറിയതാണ്. എന്നാൽ ഇന്ന് ഈ ലോകവും ജഡവും പാപവും എല്ലാം നിന്നെ കീഴടക്കി നിന്റെ വീര്യം കെട്ടുപോയിരിക്കുകയാണോ? ദൈവം, ഇതിലേ നീ ചിന്തിച്ചു നോക്കി. ഇന്ന് നിരാശയോടെയാണ് ഇരിക്കുന്നത്. അദാഗോന്റെ ക്ഷേത്രത്തില് 3000 ഫെലിസ്ത്യർ കൂടിയിരിക്കുമ്പോൾ അവനെ അവരുടെ മുമ്പിൽ കളിപ്പാട്ടമായി കൊണ്ടുവന്നു. ദൈവമക്കളെ, ഫെലിസ്ത്യരുടെ മുമ്പിൽ അവനൊരു കളിപ്പാട്ടമായി പോയി. വലിയ ആഘോഷമായിരുന്നു ഫെലിസ്ത്യരുടെ ഉത്സവത്തിന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ശിംശോന്റെ അന്നുവരെയും ദൈവകരങ്ങൾ പ്രയോജനപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എല്ലാം ചോർന്നു പോയിരുന്നു. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ് കേട്ടോ. ആത്മീയ ജീവിതത്തിൽ വീഴ്ച വന്നാൽ പഴയതെല്ലാം മാഞ്ഞു പോകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ശിംശോൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് അവന് മനസ്സിലായി, എൻ്റെ ശക്തി ചോർന്നുപോയി എന്ന്. ഞാൻ ഇന്നൊരു നിസാറിനെ പോലെയായി എന്ന്, ഞാൻ ശേഷം മനുഷ്യനെ പോലെയായി എന്ന്. ഒരു കാലത്ത് തന്നെ ഭയപ്പെട്ടിരുന്ന ഫെലിസ്ത്യരിന്ന് എന്നെ ഒരു കളിപ്പാട്ടമായി മാറ്റിയിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. എൻ്റെ ശക്തി ചോർന്നു പോയി എന്ന്, ഞാൻ ഇന്ന് ശത്രുവിൻ്റെ ബന്ധനത്തിലായി പോയി എന്ന്, എൻ്റെ ആത്മാവ് കെട്ടുപോയി എന്ന്, എൻ്റെ വീര്യം ചോർന്നുപോയി എന്ന്. ഒരു കാലത്ത് പിശാചിനെ ഞാൻ ജയിച്ചു നിന്നായിരുന്നാൽ ഇന്ന് ഞാൻ അവൻ്റെ കയ്യിൽ ഒരു കളിപ്പാവയായി പോയി എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ശിംശോന്റെ അവസാനത്തെ പ്രാർത്ഥന തക്ക സമയത്ത് അവൻ ഒടുവിലായി പ്രാർത്ഥിച്ചു എന്ന് വായിക്കാം. നമുക്ക് 28-ാമത്തെ വാക്യം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവന് മനസ്സിലായി എൻ്റെ എല്ലാം ചോർന്നുപോയി എന്ന്. ദൈവമക്കളെ, അവൻ അവസാനമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം.
കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ ഈ ഒരു പ്രാവശ്യം കൂടി നിന്റെ ശക്തി എൻ്റെ മേൽ അയക്കണമേ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, തൻ്റെ ദാസൻ വീണുപോയി എങ്കിലും, തകർന്നു പോയെങ്കിലും, ശത്രുവിൻ്റെ കോട്ടയിൽ അകപ്പെട്ടു പോയെങ്കിലും, ഹൃദയം തകർന്ന ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നു ചെന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് 1000 കൊന്നവൻ ആ അവസാനത്തെ പ്രാർത്ഥനയോടുകൂടി 3000 അവൻ മരിച്ചു കടന്നുപോയെങ്കിലും, ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവൻ്റെ പേര് വിശുദ്ധന്മാരുടെ പട്ടികയിൽ എഴുതുവാൻ തക്കവണ്ണം അവൻ്റെ ഒടുവിലത്തെ പ്രാർത്ഥന അവനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വീണുപോയവർക്ക് അടുത്ത് വരാം, പാപത്തിൽപ്പെട്ടു പോയവർക്ക് കുരിശോട് ചേർന്ന് വരാം, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമുക്ക് തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കാം. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിനായി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരങ്ങളിൽ അമർന്നിരിക്കുന്ന ആയുധങ്ങളായി നമുക്ക് ഈ തലമുറയിൽ നിൽക്കാം. ദൈവത്തിന് മഹത്വപ്പെടുവാനാണ്.